നമസ്കാരം. ഇന്ത്യയിൽ നടക്കുന്ന ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമോ? ഇതാണ് ഇപ്പോൾ ലോകം മൊത്തം ഉറ്റുനോക്കുന്നത്. അതിനുള്ള പ്രധാന കാരണം മോദി പ്രഭാവത്തിൽ മൂന്നാം തവണയും അധികാരത്തിലെത്തുമെന്നാണ് ലോക നേതാക്കൾ വരെ വിചാരിച്ചിരുന്നത്. എന്നാൽ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഇലക്ഷനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. BJPക്ക് തുടർഭരണം പ്രവചിച്ച് ഇന്ത്യയിലെ 98% ചാനലുകളും രംഗത്തെത്തിയിരുന്നു. എന്നാൽ 7 ഘട്ടങ്ങളായി ഇലക്ഷൻ നടത്താനുള്ള തീരുമാനം BJPക്ക് തിരിച്ചടിയും അതോടൊപ്പം ഇന്ത്യ സഖ്യത്തിന് നേട്ടവുമാകുന്നതാണ് ഇപ്പോഴത്തെ കാഴ്ചകൾ. ചില മാധ്യമങ്ങളൊക്കെ BJPയിൽ നിന്നും ചുവട് മാറ്റി ഇന്ത്യ സഖ്യത്തിന് കേവല ഭൂരിപക്ഷം കിട്ടുമെന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇന്നിതാ ഇപ്പോൾ ഇന്ത്യ മുന്നണി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജൂൺ 1 യോഗം ചേരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 6 ഘട്ടം കഴിഞ്ഞപ്പോൾ ഇന്ത്യ മുന്നണി കേവല ഭൂരിപക്ഷം കടന്നു കഴിഞ്ഞെന്നാണ് പറയപ്പെടുന്നത്. അടുത്ത ഘട്ട ഇലക്ഷനോടുകൂടി ഭൂരിപക്ഷത്തിൽ ഭരണത്തിലെത്താൻ കഴിയുമെന്നും ഇന്ത്യ മുന്നണി നേതാക്കൾ പറയുന്നു. മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള പ്രാരംഭ ചർച്ചകൾക്കുള്ള തുടക്കമാണെന്നും ചിലർ ഇതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ മുന്നണി വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. 2 മുന്നണികൾക്കും കേവല ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ മമതയുടെയും അതോടൊപ്പം തന്നെ NDAയിൽ ഇപ്പോഴുള്ള നിതീഷ് കുമാറിൻ്റെയും പിന്തുണ നിർണായകമാവും. കഴിഞ്ഞ ആഴ്ചയാണ് ഇന്ത്യ മുന്നണിക്ക് പുറമേ നിന്നുള്ള പിന്തുണ നൽകാമെന്ന് മമതാ ബാനർജി അറിയിച്ചിരുന്നത്. ഇത് രാജ്യത്തുണ്ടാക്കുന്ന മാറ്റങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് മമത ഇപ്പോൾ ചുവട് മാറ്റിയതെന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ NDA മുന്നണിയിലുള്ള നിതീഷും ഒരുപക്ഷെ ഇന്ത്യ മുന്നണിയുടെ ഒപ്പം എത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. 2004 ആവർത്തിക്കാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് ചിലർ അവകാശപ്പെടുന്നത്. എന്തായാലും അത്ഭുതങ്ങൾക്കായി ജൂൺ 4 വരെ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. പ്രതീക്ഷിക്കാത്ത മുന്നേറ്റമാണ് പല മേഖലകളിൽ നിന്നും ഇന്ത്യ മുന്നണിക്ക് ലഭിച്ചിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിന്റെ ജയിൽവാസവും ഇന്ത്യ മുന്നണി ശക്തി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ഇത്തവണ ഇന്ത്യ മുന്നണിയിലുള്ള മിക്ക കക്ഷികളും ഒത്തൊരുമ പ്രവർത്തിച്ചതും ഇന്ത്യ മുന്നണിക്ക് നേട്ടമായിട്ടുണ്ട്.